ഇന്നൊരു മസാല ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ളത് 2 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1/3 കപ്പ് കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5 മണിക്കൂർ നേരം നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഈ വെള്ളം കളയാൻ പാടില്ല. ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. കാരണം ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒഴിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ, അത് കളയരുത്. ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശയുടെ മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് ഒരു 12 മണിക്കൂർ നേരം ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഫെർമെൻറ്റേഷന് വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ദോശയുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കണം. അതിനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 2 സവാള കട്ട് ചെയ്തത് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ മസാലയിലെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുന്ന തവ ആദ്യം ഒന്ന് ചൂടാക്കാം. തവ ചൂടായോന്നറിയാൻ വേണ്ടി കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും. തവ റെഡി ആയിട്ടുണ്ട്.
തവ ഒരുപാട് അങ്ങ് ചൂടാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദോശയുടെ മാവ് ഒഴിക്കുമ്പോൾ അതവിടെ ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, ആ ദോശ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി. ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ദോശ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കി കൊടുക്കാം. മസാല ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.